ഹായ്, എല്ലാവർക്കും സൈലന്റ് BSCയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങളാണ് കറണ്ട് അഫയറിൽ ചർച്ച ചെയ്യുന്നത്. ഇനി വരുന്ന എക്സാമിന് നമ്മളോട് PSC ഉറപ്പായിട്ടും ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആദ്യം നോക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം 2025 പ്രഖ്യാപിച്ച 49ാമത് വയലാർ പുരസ്കാരമാണ്. PSC വയലാർ പുരസ്കാരം നമ്മളോട് പ്രത്യേകിച്ച് കൃതി ആയതുകൊണ്ട് വ്യക്തി ചോദിക്കും, അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കും, അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നൊക്കെ നമ്മളോട് PSC കൂടുതൽ ചോദിച്ചതാണ്. ഏറ്റവും അവസാനം നടന്ന ഒന്ന് രണ്ട് എക്സാമിന് നമ്മളോടൊരു ചോദ്യമുണ്ട്, കൃതികളും ഇപ്പുറത്തെ വ്യക്തികളെയും തന്നിരുന്നു അല്ലെ, അത് ഏതുമായി ബന്ധപ്പെടുത്തി എന്നൊക്കെ നമ്മളോട് എഴുതാനൊക്കെ ചോദിച്ചായിരുന്നു. ആരുടെ കൃതിയാണ്, ഇത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നൊക്കെ നമ്മളോട് ചോദിച്ചതാണ്. അത് കൂടുതൽ ഇപ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഒപ്പം വയലാർ പുരസ്കാരം നേടിയ വ്യക്തികളും അവരുടെ കൃതിയാണ് തന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മളോട് ഇനി വരുന്ന എക്സാമിന് PSC ചോദിക്കുന്നതായിരിക്കും, യാതൊരു സംശയവും വേണ്ട. നമ്മൾ നോക്കുന്നത് 2025 49ാമത് വയലാർ പുരസ്കാരമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് നോട്ട് ചെയ്യുന്നു. വയലാർ പുരസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വയലാർ പുരസ്കാരം എന്താണ്? മലയാളത്തിന്റെ തന്നെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിലെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. വയലാർ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1977 നമ്മൾ പഠിച്ചു. നൽകി തുടങ്ങുമ്പോൾ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 1,00,000, ക്ഷമിക്കുക, നൽകി തുടങ്ങുമ്പോൾ 25,000 രൂപയായിരുന്നു. നിലവിൽ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ നിലവിൽ 1,00,000 രൂപയാണ് നിലവിലെ സമ്മാനത്തുക. വയലാർ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി PSC ചോദിച്ചു. ലളിതാംബിക അന്തർജനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃതി ഏതാ? അഗ്നി സാക്ഷി നമ്മൾ പഠിച്ചതാ. ലളിതാംബിക അന്തർജനത്തിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. പ്രഥമ വയലാർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതെന്ന് PSC ചോദിച്ചു. അങ്ങനെ ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി, PK ബാലകൃഷ്ണൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ, മലയാറ്റൂരിന്റെ യന്ത്രം, തകഴിയുടെ കയറ്, വയലോപ്പള്ളി സിദ്ധരമേനോൻ, മകരക്കൊയ്ത്ത്, ONV കുറുപ്പിന്റെ ഉപ്പ്, MK മേനോൻ, അവകാശികൾ, അങ്ങനെ തുടങ്ങി 49ാമത് വയലാർ പുരസ്കാരം കൊടുത്തു. ആർക്ക് ലഭിച്ചു? E. സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിന്റെ ഏത് കൃതിക്കാണ് വയലാർ പുരസ്കാരം നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ്. തപോമയിയുടെ അച്ഛൻ അല്ലേ. അച്ഛൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും എന്ന് ചിന്തിച്ചാലും മതി. അച്ഛൻ വരുമ്പോൾ സന്തോഷം ഉണ്ടാവും. സന്തോഷ് കുമാർ. തപോമയുടെ അച്ഛൻ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നോവൽ വിഭാഗത്തിലാണ് വരുന്നത്. കൃതി ഏത് വിഭാഗത്തിൽ വരുന്നു? നോവൽ വിഭാഗത്തിൽ. അപ്പൊ 49ാമത് വയലാർ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ സന്തോഷ് കുമാറിനാണ്. ഈ സന്തോഷ് കുമാറിന്റെ ഏത് കൃതിക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഈ സന്തോഷ് കുമാറിന്റെ കൃതികളിൽ ഉൾപ്പെടാത്ത കൃതി ചോദിക്കാം. കാര്യം ഈ സന്തോഷ് കുമാറിനെ നമ്മൾ 2025 പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം നേടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളൊന്ന് പഠിക്കണ്ടേ? കൃതികളൊന്ന് നോക്കിയിട്ട് പോകാൻ വരൂ. ഒന്ന്, നാരകങ്ങളുടെ ഉപമ, തപോമയുടെ അച്ഛൻ, ജ്ഞാനഭാരം, കുന്നുകൾ നക്ഷത്രങ്ങൾ, കാക്കരദേശത്തെ ഉറുമ്പുകൾ, ചാവുകളി, ഗാലപ്പഗോസ്, പാവകളുടെ വീട്, 3 വിരലുകൾ, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, തങ്കച്ചൻ, മഞ്ഞക്കാരൻ, അന്ധകാരനഴി അല്ലേ. ഇതൊക്കെ സന്തോഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നാരകങ്ങളുടെ ഉപമ, തപോമയുടെ അച്ഛൻ, ജ്ഞാനഭാരം, ചാവുകളി അവാർഡ് നേടിയതാണ്. ഗാലപ്പഗോസ്, അന്ധകാരനഴി. ഇതിനെ ഞാൻ മെല്ലെ ഒന്ന് കണക്ട് ചെയ്യുന്നു. നമുക്ക് പഠിക്കാൻ രീതിയിൽ ഞാൻ മെല്ലെ ഒന്ന് കണക്ട് ചെയ്യുന്നു. ഇതാ നോക്കിക്കോ. നാരകങ്ങളുടെ ഉപമ കാരണം തപോമയുടെ അച്ഛൻ ജ്ഞാനഭാരം കൊണ്ട് കുന്നുകളും നക്ഷത്രങ്ങളും കടന്ന് കാക്കരദേശത്തെ ഉറുമ്പുകളെയും ചാവുകളിയും കണ്ട് ഗാലപ്പഗോസിലെ പാവകളുടെ വീട്ടിൽ 3 വിരലുകൾ ഉള്ള 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നത്
തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാര നഴിയിൽ കണ്ടു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തേ. നാരകങ്ങളുടെ ഉപമ കാരണം, നാരകങ്ങളുടെ ഉപമ തപോമയുടെ അച്ഛൻ, തപോമയുടെ അച്ഛൻ ജ്ഞാനഭാരം കൊണ്ട്, ജ്ഞാനഭാരം കുന്നുകളും നക്ഷത്രങ്ങളും കടന്ന്, കുന്നുകളും നക്ഷത്രങ്ങളും കാക്കരദേശത്തെ ഉറുമ്പുകളെയും, കാക്കരദേശത്തെ ഉറുമ്പുകൾ ചാവുകളിയും കണ്ട്, ചാവുകളി ഗാലപ്പഗോസിലെ പാവകളുടെ വീട്ടിൽ, ഗാലപ്പഗോസ് പാവകളുടെ വീട്, 3 വിരലുകൾ ഉള്ള, 3 വിരലുകൾ, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നത്, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നത് തങ്കച്ചൻ മഞ്ഞക്കാരൻ, തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാര നഴിയിൽ കണ്ടു. അന്ധകാര നഴി കിട്ടൂലേ? കിട്ടണം. നാടകങ്ങളുടെ ഉപമ തപോമയുടെ അച്ഛൻ, ജ്ഞാനഭാരം, കുന്നുകൾ നക്ഷത്രങ്ങൾ, കാക്കരദേശത്തെ ഉറുമ്പുകൾ, ചാവുകളി, ഗാലപ്പഗോസ് പാവകളുടെ വീട്, 3 വിരലുകൾ, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാര നഴി. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഈ സന്തോഷ് കുമാറിന്റെ കൃതികളാണ്. നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഒരു പക്ഷേ നാരകങ്ങളുടെ ഉപമയൊക്കെ ചോദിക്കാം. കാരണം 2023 അദ്ദേഹത്തിന് 2023 ബഷീർ സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് നാരകങ്ങളുടെ ഉപമ. 2025 വയലാർ പുരസ്കാരവും 2025 OV വിജയൻ സ്മാരക പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് തപോമയുടെ അച്ഛൻ. 2025 മലയാറ്റൂർ പുരസ്കാരം, 2025 മലയാറ്റൂർ പുരസ്കാരം. ജ്ഞാനഭാരത്തിനായിരുന്നു 2025 ജ്ഞാനഭാരത്തിനായിരുന്നു 2025 OV വിജയൻ പുരസ്കാരം, സാഹിത്യ പുരസ്കാരം. കാക്കരദേശത്തെ ഉറുമ്പുകൾക്ക് 2011 കേരള ബാലസാഹിത്യ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് കാക്കരദേശത്തെ ഉറുമ്പുകൾ. ചാവുകളിക്ക് 2006 കേരള സാഹിത്യ അക്കാദമിയുടെ ചെറുകഥാ പുരസ്കാരം നേടിയതാണ് ചാവുകളി. 2012 അന്ധകാര നാഴിക്ക് കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമിയുടെ നോവൽ വിഭാഗത്തിൽ അവാർഡ് നേടിയ കൃതിയാണ് അന്ധകാര നാഴി. നോക്കി വെച്ചോളാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ കൃതി നമ്മളോട് ഉറപ്പായിട്ടും PSC ചോദിക്കും, യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. PSC നമ്മളോട് ചോദിച്ചിരിക്കും. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഇതിനെല്ലാം അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളോട് ചോദിക്കും. മറക്കണ്ട, 49ാമത് വയലാർ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഈ സന്തോഷ് കുമാർ. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ തപോമയുടെ അച്ഛൻ. 48ാമത് പുരസ്കാരം, 48ാമത് വയലാർ പുരസ്കാരം ആർക്ക് കൊണ്ടുപോയി? അശോകൻ ചരുവിൽ. ഏതാണ് കൃതി? കാട്ടൂർ കടവ്. അതും ഏത് വിഭാഗത്തിൽ വരുന്നു? നോവൽ വിഭാഗത്തിലാണ് വരുന്നത് കാട്ടൂർ കടവ്. നോക്കി വെച്ചുകൊള്ളുക. ക്ലിയർ ആണ്. നമുക്കിനി മറ്റൊരു ചോദ്യത്തിലോട്ട് മെല്ലെ പ്രവേശിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ്, അല്ലെ? കേരള സ്കൂൾ ഒളിമ്പിക്സ് നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒളിമ്പിക്സ് മോഡലിൽ കായിക മേള സംഘടിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. കേരള സ്കൂൾ ഒളിമ്പിക്സിന് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. ഒളിമ്പിക്സ് അങ്ങനെ കായികമേള, സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നടപ്പിലാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. കേരള സ്കൂൾ ഒളിമ്പിക്സ് 2ാമത് നടത്തുന്നു. സോ വേദി നമുക്കറിയാം, തിരുവനന്തപുരമാണ് വേദി, അല്ലെ? വേദി നമുക്കറിയാം തിരുവനന്തപുരത്താണ് വേദിയായിരിക്കുന്നത്. പ്രഥമ
കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയാണ് വേദിയായിരുന്നത്. കൊച്ചി. 2024 നടന്ന പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ആര് വിജയിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം വിജയിച്ചു. ഇപ്രാവശ്യം തിരുവനന്തപുരം വിജയിക്കും. പോയിന്റ് കൂടുതലൊക്കെയാണ് എന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും വിജയിക്കട്ടെ. 2024 ഭാഗ്യചിഹ്നം നമ്മൾ അറിഞ്ഞിരിക്കണം. തക്കുടു എന്ന അണ്ണാരക്കണ്ണൻ. തക്കുടു എന്ന അണ്ണാരക്കണ്ണനാണ് ഭാഗ്യചിഹ്നം. ഇപ്രാവശ്യത്തെ ഭാഗ്യചിഹ്നം 2025 ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണ് പിള്ളേരെ. തങ്കു എന്ന മുയൽ. നോക്കിക്കോ, നമ്മളോട് ചോദിക്കാം തങ്കു എന്ന മുയൽ. യാതൊരു സംശയം വേണ്ട, ചോദിക്കുന്ന ചോദ്യമായിരിക്കും. തങ്കു എന്ന മുയലാണ് ഭാഗ്യചിഹ്നം. സ്റ്റേറ്റ്മെന്റിലായിരിക്കും. വേദി തിരുവനന്തപുരമാണ്. ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണ്. ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. സഞ്ജു സാംസനെ അറിയാലോ, ക്രിക്കറ്റ് കായിക താരമാണ് സഞ്ജു സാംസൺ. ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കീർത്തി സുരേഷ് ആണ്. രണ്ടും മാറിപ്പോരുത്. ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സഞ്ജു സാംസണും, ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കീർത്തി സുരേഷുമാണ്. ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് വന്നിരിക്കുന്നത് കീർത്തി സുരേഷുമാണ്. രണ്ടും മാറരുത്. എന്താണ് ഭാഗ്യചിഹ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്കു എന്ന മുയലാണ് ഭാഗ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് തങ്കു എന്ന് പറയുന്ന മുയൽ? ഈ രണ്ടാമത് കേരള ഒളിമ്പിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്കൂൾ ഒളിമ്പിക്സിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പുതുതായി ഉൾപ്പെടുത്തിയ കായികങ്ങൾ ഏതൊക്കെയെന്നതാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾ അല്ലെ, അവർക്ക് വേണ്ടി പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 കായികങ്ങളാണ്. ഒന്ന് ക്രിക്കറ്റ്, മറ്റൊന്ന് ബോക്സ് ബോൾ ആണ്. ബേസ്ബോൾ അല്ല, ബോക്സ് ബോൾ. ഈ കാണുന്നതാണ് ബോക്സ് ബോൾ എന്ന് പറയുന്ന ഒരു ഇവന്റ്. ൊക്കെ കൂടുതലൊക്കെ നമ്മൾ ചാൻസ് വളരെ കുറവാണ്. ഈ ഇതേപോലെയൊക്കെ വരച്ചൊക്കെ ഒരുപക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ ഈ വട്ടുകളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളി കളിച്ചിട്ടുണ്ടോ എന്നൊക്കെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ കോളൊക്കെ വരച്ച് അറിഞ്ഞുകൂടാ. ഇനി ആ കളിച്ചത് കൊണ്ടാണോ അതിന് പേര് വട്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ വട്ടുകളി അങ്ങനെ നമ്മൾ കളിച്ചിട്ടുണ്ട്. ഇത് ബോക്സ് ബോൾ ആണ്, ബേസ്ബോൾ അല്ല, ബോക്സ് ബോൾ. അത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 കായികങ്ങൾ ഏതൊക്കെയാണ്? ക്രിക്കറ്റുമുണ്ട്, ബോക്സ് ബോളുമുണ്ട്. നോക്കി വെച്ചിരുന്നോ ക്രിക്കറ്റും ബോക്സ് ബോളും. അപ്പൊ ഇപ്രാവശ്യത്തെ കേരള ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം നമ്മൾ മറക്കേണ്ട ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ തങ്കു എന്ന് പറയുന്ന മുയലാണ്. ഒന്നുകിൽ നമ്മളോട് തങ്കു എന്ന് പറയുന്ന മുയലിനെ പറ്റി PSC ചോദിക്കും, ഇല്ല എങ്കിൽ കളിവെള്ളം തുഴഞ്ഞു പോകുന്ന കാത്തു എന്ന കാക്ക തമ്പുരാട്ടിയെ ചോദിക്കും. 2 ചോദ്യം ഉറപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണും നിങ്ങൾ. 2 ചോദ്യങ്ങളിൽ ഒന്ന് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. കാത്തു എന്ന് പറയുന്ന കാക്കത്തമ്പുരാട്ടി അല്ലെങ്കിൽ തങ്കു എന്ന് പറയുന്ന മുയൽ. തങ്കു മുയൽ ഒളിമ്പിക്സിലാണ്. കാത്തു എന്ന് പറയുന്ന കാക്കത്തമ്പുരാട്ടി കളിവെള്ളം തുഴഞ്ഞു പോകുന്ന തമ്പുരാട്ടി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ്. ഇത് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലൂടെ നല്ല പ്രവേശിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ ടണൽ നിലയിൽ വരുന്ന നദി ഏതെന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടണൽ നിലയിൽ വരുന്ന നദി ഏതെന്നാണ്? വാട്ടർ ടണൽ നിലയിൽ വരുന്ന നദി ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ ടണൽ നിലയിൽ വരുന്നു. ഏത് നദിയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ വന്നതാണ്. മാറരുത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ മെട്രോ വന്നതാണ് കൽക്കത്തയിൽ. അത് ഏതു നദി? ഹൂഗ്ലി നദിയിലാണ് വന്നത്. അത് മെട്രോ. ഇത് റോഡ് ടണലാണ്. ഇത് ബ്രഹ്മപുത്ര നദിയിലാണ്. മെട്രോ ടണൽ വന്നിരിക്കുന്നത് ഹൂഗ്ലി നദിയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൂഗ്ലി നദിയിലാണ്. 16.5 കിലോമീറ്റർ ആണ് അല്ലേ? അത് മാത്രമാണ്. അതിനകത്തൂടി 16.5 കിലോമീറ്റർ ആണ് പോകുന്നു അല്ലേ? അതിന്റെ ഉദ്ഘാടനം 2024 മാർച്ച് മാസം 6-ാം തീയതിയാണ് അല്ലേ? 2024 മാർച്ച് മാസം 6-ാം തീയതി. അത് അണ്ടർ വാട്ടർ മെട്രോയാണ്. ഇത് നോക്കി, അണ്ടർ വാട്ടർ ടണലാണ്. അണ്ടർ വാട്ടർ ടണലാണ്. ഏകദേശം 32 മീറ്റർ താഴെ എന്നാണ് അവര് പ്രോജക്റ്റ് പറഞ്ഞിരിക്കുന്നു. 30+ കിലോമീറ്റർ ആണ്. 34 കിലോമീറ്റർ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആകെ. ഇത് ഏത് നദി എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. ഏത് നദി എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്ര നദിയിലാണ്. ഏത് നദിയിൽ എന്ന് ചോദിച്ചാൽ ഇത് ബ്രഹ്മപുത്ര നദിയിലാണ് പോകുന്നത്. ഇത് 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നോക്കൂ, അസമിലെ നുമാലി ഖണ്ഡിനെയും
ഗോരഖ്പൂരിനെയാണ്, ഗോരഖ്പൂർ അല്ല, ഗോരഖ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു പോകുന്ന ഒരു തുരങ്കമാണ്. അസമിലാണ്. നുമാലിഗഡിനെയും ഗോരഖ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു പോകുന്നു ഈ തുരങ്കം. ഏത് നദിയിൽ എന്നായിരിക്കും നമ്മളോട് കൂടുതൽ ചോദിക്കുക. ഏത് നദിയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്ര നദിയിലാണ്. തെറ്റിക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടറോ മെട്രോ വന്നതാണ് ഹൂഗ്ലി നദിയിൽ. രണ്ട് നദിയും മാറിപ്പോകരുത്. ഈ ചോദ്യവും ഇന്ന് നമ്മളോട് PSC ചോദിക്കും. യാതൊരു സംശയം വേണ്ട, പഠിച്ചു വെച്ചിരുന്നോ. ഇത് നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ആണ്. വയലാർ പുരസ്കാരമായി ശേഷം നമ്മൾ സ്കൂൾ ഒളിമ്പിക്സിലോട്ട് വന്നു. അണ്ടർ വാട്ടർ ടണൽ വന്നിരിക്കുന്നു ബ്രഹ്മപുത്ര നദിയില്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഴയുടെ കാറ്റുകൾ അല്ലേ. ഒക്ടോബറിൽ നോക്കൂ, 2 ചുഴലിക്കാറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 2 ഒക്ടോബറിൽ ആഞ്ഞടിച്ചു. 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ ആദ്യം കൊണ്ടത് ആദ്യം കൊണ്ട ചുഴലിക്കാറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ശക്തിയാണ്. നമ്മൾ ഏകദേശം ഒരു ഇന്ത്യയെ സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഇന്ത്യയിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ, ഇങ്ങനെ നമ്മൾ കേരളം കിടപ്പുണ്ട്. ഇത് അറബിക്കടല്, ഇത് ബേ ഓഫ് ബംഗാൾ. എവിടെ അറബിക്കടലിൽ അടിച്ചാലും കേരളത്തിന് നമുക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലേ. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാവുന്നു, കേരള തീരങ്ങളിൽ ജാഗ്രത TVയിൽ പറയുന്നു. നമ്മളിത് മഴയായി കൊണ്ടുപോകുന്നു അല്ലെ. അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ശക്തിയാണ്. ശക്തി മഴ നമുക്ക് കിട്ടി. ശക്തി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഗുജറാത്തിലും മഹാരാഷ്ട്രയുമാണ് ചുഴലിക്കാറ്റ്. ശക്തി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീലങ്ക. പേര് നൽകിയിരിക്കുന്ന രാജ്യം അത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയാണ് ശക്തി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ശ്രീലങ്കയാണ്. നമ്മൾ വിചാരിച്ച ഇതോടുകൂടിയൊക്കെ കഴിഞ്ഞു എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ഇല്ല, 2025 നമ്മളിപ്പോൾ കൊള്ളുന്ന മഴ. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റാണ് പിള്ളേരെ മൊന്ത എന്നാണ്. മോന്ത എന്നല്ല, മൊന്ത എന്നാണ്. ചുഴലിക്കാറ്റ് നൈസ് പേരല്ലേ, മൊന്ത. ഇനി അടുത്തിന് ഏതൊക്കെ വരുമെന്ന് നമുക്കറിയാം. ഇത് കൊള്ളാം, മൊന്ത. ആന്ധ്രയിലും ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലാണ് മൊന്തയുടെ നല്ല തീവ്രത. പ്രധാനമായിട്ടും ഒഡീഷ, ആന്ധ്രാപ്രദേശങ്ങളിലെ മച്ചിലിപട്ടണം, കലിംഗപട്ടണം, പിന്നെ കാകിനഡ പ്രദേശങ്ങളിലാണ്. കിലോമീറ്റർ 110 വേഗതയിലാണ് അടിക്കാൻ പോകുന്നത്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഓരോ കാറ്റും അല്ലെ, ഇതൊക്കെ വന്ന അവസാനം ഓരോരുത്തരുടെ വീടും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ കേരളം പറയേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ദുരന്തമൊക്കെ അനുഭവിക്കുന്നവരാണ്. അപ്പൊ ഈ മച്ചിലിപട്ടണം, കലിംഗപട്ടണം, കാകിനഡ എന്നിവിടങ്ങളിലാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ചുഴലിക്കാറ്റ് അടിക്കാൻ പോകുന്നു. 110 വേഗത എന്നൊക്കെയാണ് കാലാവസ്ഥ പറയുന്നത്. 110 വേഗത കാലാവസ്ഥയിൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, മൊന്ത എന്ന് പറയുന്നതിന് ഏത് രാജ്യമാണ് പേര് നൽകി എന്ന് ചോദിക്കുകയാണെങ്കിൽ തായ്ലാന്റ് ആണ് പിള്ളേരെ. തായ്ലാന്റ്. ഏത് രാജ്യമാണ് ഇതിന് പേര് നൽകി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണ്? തായ്ലാന്റ് ആണ്. ഇതിന് തായ്ലാന്റ് ആണ്. മൊന്ത എന്ന തായ്ലാന്റ് വാക്കിനർത്ഥം മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ്. ഒരു പേജ് എടുക്കുന്നു, എഴുതുന്നു. മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം. നോക്കൂ, ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്ന പേരാണ് ഒരു ചുഴലിക്കാറ്റിന് നൽകിയിരിക്കുന്നത്. സഹിക്കാൻ പറ്റുമോ അല്ലേ? മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം. തായ്ലാന്റാണ് പേര് നൽകിയിരിക്കുന്നത്. അടുത്ത ചുഴലിക്കാറ്റിന് പേര് നൽകുന്ന രാജ്യം UAE ആണ്. അടുത്ത ചുഴലിക്കാറ്റിന്
UAE ശേഷം അടുത്ത് നൽകുന്നത് യമനാണ്. യമൻ. അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചോളുക. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് മൊന്തയാണ്. അറബിക്കടലിൽ എന്തുകൊണ്ടു എന്ന് ചോദിക്കാൻ ഏതാണ്? ശക്തിയാണ്. അതിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ശ്രീലങ്ക. മൊന്ത എന്ന് പറയുന്നതിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് തായ്വാനാണ്. ക്ലിയർ ആണ്. തായ്ലാൻഡ് ആണ്. ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.